രാജ്യത്തിന്റെ ഭരണഘടന നിലവിൽ വന്നതിന്റെ, നമ്മുടെ രാജ്യം പരമാധികാര റിപ്പബ്ലിക് രാഷ്ട്രമായതിന്റെ 76 വർഷം പൂർത്തിയാകുന്ന സന്തോഷദായകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലും അതിൻ്റെ ആഘോഷകരമായിട്ടുള്ള സമയങ്ങളിലൂടെയുമാണ് ഇന്ത്യൻ ജനത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെയുടെ പ്രഭാതം രാജ്യത്തിന്റെ തലസ്ഥാനത്ത് അതിൻ്റെ രാഷ്ട്രശിലാ കേന്ദ്രത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഒരുമിച്ച് നിന്നുകൊണ്ട് രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനം ആഘോഷകരമായ ഒരു പ്രഭാതത്തെ ആഘോഷിക്കുന്ന, അതിനുവേണ്ടി കാതോർക്കുന്ന ആ സന്ദർഭത്തിൽ രാജ്യത്തെ ഭരണാധികാരികൾ നമ്മുടെ നാടിനോട് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനത്തിന് കാതോർത്ത് നിൽക്കുകയാണ് ഇന്ത്യൻ ജനത. അങ്ങനെയുള്ള ഒരു വേളയിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ആ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളും അതിൻ്റെ ശില്പികളും സ്വാഭാവികമായും സ്മരിക്കപ്പെടുകയും വായിക്കപ്പെടുകയും പറയുകയും പ്രകീർത്തിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ പ്രകീർത്തിക്കപ്പെടുന്നതിൽ അഗ്രേസീവനായി നിൽക്കേണ്ടുന്ന വ്യക്തിത്വമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ. ആ അംബേദ്കറെ രാജ്യത്തിന്റെ യുവത്വം കാര്യഗൗരവത്തോടുകൂടി വിലയിരുത്തുകയും പഠിക്കുകയും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളെ പുതിയ ഇന്ത്യയിൽ ഏറ്റവും ഉജ്ജ്വലമായി പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടുന്ന വർത്തമാനകാല പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സന്ദർഭത്തെയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ISMനെ പോലെയുള്ള ഒരു സംഘം ഈ രാജ്യത്തെ യുവസമൂഹത്തോട്, വിശിഷ്യ ഇന്ത്യൻ ജനതയോട്, നിങ്ങൾ ഈ രാജ്യത്തെ ഭരണഘടനയെയും വിശിഷ്യ ഭരണഘടനയുടെ ശില്പിയായിട്ടുള്ള അംബേദ്കറെയും കൂടുതൽ പഠനത്തിനും മനനങ്ങൾക്കും വിധേയമാക്കേണ്ടത് എന്നതിന്റെ ഉത്തരം വർത്തമാനകാല ഇന്ത്യയാണ് എന്ന് ഒറ്റവാക്കിൽ ISMന് പറഞ്ഞു വെക്കാൻ കഴിയും. കാരണം നമ്മുടെ രാജ്യം ലോകത്തിന് തന്നെ മാതൃകയാണ്. ലോകത്ത് ഇങ്ങനെ ജീവിക്കുന്ന ഒരു ലോകം, ഒരു നാട് ഇല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ജൂതനും സിഖുകാരനും ബുദ്ധമതക്കാരനും ആ മതങ്ങൾക്കിടയിലുള്ള ജാതികളും ജാതികൾക്കിടയിലുള്ള ഉപജാതികളും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഷകളും സംസ്കാരങ്ങളും സംസ്കൃതികളും ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വൈജാത്യങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് അതിനെയൊക്കെ ഏറ്റവും നല്ല ഒരു മാലയിൽ കോർത്തെടുത്തുകൊണ്ട് സുഭദ്രമായിട്ടുള്ള ഒരു ഭരണഘടനയുടെ അടിത്തറയിൽ നിർത്തിക്കൊണ്ട്
ഇങ്ങനെ ഒരു ഭദ്രമായ രാജ്യമാക്കി കൊണ്ടുപോവുക എന്ന വലിയ ദൗത്യം നിർവഹിച്ചു പോരുകയാണ് കഴിഞ്ഞ 3/4 നൂറ്റാണ്ട് കാലം ഈ രാജ്യം. അതിന്റെ ശില്പി, ആ ശില്പിയെ സംബന്ധിച്ചുള്ള അദ്ദേഹം നടത്തിയിട്ടുള്ള നീക്കങ്ങളെ കുറിച്ച്, അദ്ദേഹം നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെ കുറിച്ച്, അദ്ദേഹം സാധിച്ചെടുത്തിട്ടുള്ള വലിയ വിപ്ലവത്തെ കുറിച്ച് പുതിയ തലമുറ അറിയേണ്ടതുണ്ട് എന്നും ആ വിപ്ലവം വരും കാലങ്ങളിലേക്ക് കൂടി കാത്തുവെക്കേണ്ടുന്ന ഒരു ഈടുവപ്പാണ് എന്ന് ഈ രാജ്യത്തെ യുവതയെ, വിദ്യാർത്ഥി സമൂഹത്തെ, ഇളം തലമുറയെ തയ്യപ്പെടുത്തുവാനും ബോധ്യപ്പെടുത്തുവാനും അവരെ ഉണർത്തുവാനുമാണ് ISM ഇത്തരത്തിലുള്ള ഒരു ജാഗ്രതാ സദസ്സുകളിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വന്നാൽ ഈ രാജ്യം നമ്മുടേതല്ലാതെയായി മാറും. അങ്ങനെയല്ലാതെ സംഭവിക്കുന്നതെങ്കിൽ ഈ തെരുവുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പ്രിയപ്പെട്ടവരെ, ഈ തെരുവുകളിൽ ഇന്ന് നമുക്ക് ഹിന്ദുവിനെ തിരഞ്ഞുപിടിക്കാനാവില്ല, മുസൽമാനെ തിരഞ്ഞുപിടിക്കാനാവില്ല, മതമില്ലാത്തവനെ തിരയാനാവില്ല. അങ്ങനെ ജാതിയുള്ളവനെ ജാതിയില്ലാത്തവനെ തിരഞ്ഞുപിടിച്ചുകൊണ്ട് കള്ളികളാക്കി അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടുള്ള ഒരു സാമൂഹിക ചുറ്റുപാടിലേക്ക് അവരെ കൊണ്ടുപോകാൻ ഇന്നത്തെ ഇന്ത്യയിൽ സാധ്യമാവുകയില്ല എന്ന ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ് നമുക്കുണ്ടാകുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയാണ് ആ ആത്മവിശ്വാസം നമുക്ക് നൽകുന്നത്. ആ ആത്മവിശ്വാസം നമുക്ക് മുന്നോട്ടുള്ള ഗമനത്തിന്, നമ്മുടെ ജീവിതത്തിന്, ഈ നാടിന്റെ പുരോഗതിക്ക്, ഈ നാടിന്റെ മുന്നോട്ടുള്ള യാത്രകൾക്ക് ബലമായി നിൽക്കുന്നത് നമ്മുടെ നാടിന്റെ ഭരണഘടനയാണ് എന്നും ആ ഭരണഘടനയുടെ ശില്പിയാണ് അംബേദ്കർ എന്നതുമാണ് ഇന്നത്തെ ഈ ദിവസം ഇങ്ങനെ ഈ വിഷയം ചർച്ച ചെയ്യാൻ ISMനെ പ്രേരിതമാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഭരണഘടന ഇവിടെ സാധ്യമാകുമ്പോൾ വലിയ ഒരു ചരിത്രം അതിന്റെ പിന്നിൽ കടന്നുപോയിട്ടുണ്ട്. 1946 ആരംഭിച്ചിട്ടുള്ള ഒരു പരിശ്രമം, അംബേദ്കർ എന്ന് പറയുന്ന മനുഷ്യനെ ഈ ഭരണഘടനയുടെ സഭയിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നത് തൊട്ട് തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ നീക്കങ്ങളുണ്ട്. അംബേദ്കർ ഈ സഭയിൽ വരരുത് എന്നാഗ്രഹിച്ചിട്ടുള്ള ആളുകളാണ് ഇന്ന് ഇന്ത്യയുടെ പാർലമെന്റിന്റെ അകത്ത് കയറി നിന്നുകൊണ്ട് നിങ്ങൾ എന്തിനാണ് അംബേദ്കർ 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 എന്നിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ വിളിച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ അന്വേഷിച്ചാൽ നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ലേ എന്ന് ചോദിക്കുന്ന രാജ്യത്തിന്റെ ഭരണഘടനയെ ഇന്ന് സംരക്ഷിക്കപ്പെടുന്നവർ, സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവർ എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭക്കകത്ത് ഇരുന്നുകൊണ്ട് ഭരണം നിയന്ത്രിക്കുന്ന ആളുകൾ അംബേദ്കറെ കുറിച്ച് ഭയം ജനിപ്പിക്കുമ്പോ, അല്ലെങ്കിൽ അംബേദ്കർ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോ അസ്വസ്ഥപ്പെട്ടു പോകുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് തന്നെയാണ് 46-ലും സംഭവിച്ചു പോയിട്ടുള്ളത്. ഈ രാജ്യത്തിനൊരു ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്ന അതിന്റെ ആദ്യ നാളുകളിൽ തന്നെ ബോംബെ സംസ്ഥാനത്തിൽ നിന്നും മത്സരിച്ചിട്ടുള്ള അംബേദ്കറെ പരാജയപ്പെടുത്തി ഈ രാജ്യത്തെ സവർണ മേധാവിത്വം. നിങ്ങൾ ആലോചിക്കണം, നമ്മൾ ഇന്ന് ഈ ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പിയായിക്കൊണ്ട് ആദരിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ഭരണഘടനയുടെ സമിതിയിലേക്ക് കടന്നു വരരുത് എന്നാഗ്രഹിച്ചുകൊണ്ട് പരാജയപ്പെടുത്തി. അതിനുശേഷം ബംഗാൾ സംസ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഞാൻ അതിന്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെ പോയാൽ കുറേയേറെ പറഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നിരന്തരമായിട്ടുള്ള ഒരു 3 വർഷത്തെ കാലയളവിലൂടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംവാദങ്ങളിലൂടെ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ചർച്ചകളിലൂടെ രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ് മഹത്തായ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. ഈ ഭരണഘടനയുടെ അന്തസത്ത എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞത് സെക്കുലറിസമാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ അന്തസത്ത എന്ന് പറയുന്നത് സെക്കുലറിസമാണ്, അഥവാ മതേതരത്വം. മതേതരത്വം എന്ന് പറയുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീക്ഷണങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള വിശദീകരണങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യാഖ്യാനങ്ങളും ഉണ്ട്.
ആ വ്യാഖ്യാനങ്ങൾ ഗാന്ധിജിക്ക് വ്യത്യസ്തമാണ്, ജവഹർലാൽ നെഹ്റുവിന് വ്യത്യാസമാണ്, അംബേദ്കറിന് വ്യത്യാസമാണ്. അങ്ങനെ പലർക്കും വ്യത്യസ്തങ്ങളാണ്. അംബേദ്കർ മതേതരത്വത്തെ നിർവചിക്കുമ്പോൾ ഗാന്ധിജി നിർവചിച്ചതുപോലെയല്ല അദ്ദേഹം നിർവചിച്ചു വെച്ചിട്ടുള്ളത്. ഗാന്ധിജി ഹിന്ദു മതങ്ങൾക്കിടയിലുള്ള ജാതീയതകളെ അങ്ങനെ തന്നെ നിലനിർത്തണം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിത്വമായിരുന്നു. എന്നാൽ അംബേദ്കർ ജാതീയത എന്ന് പറയുന്ന ഒന്നു തന്നെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ സാഹചര്യത്തെ വളരെ കൃത്യമായി കൊണ്ട് അനുഭവത്തിലൂടെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അംബേദ്കർ. ഇന്ത്യൻ സാഹചര്യം, ഇന്ത്യയുടെ തെരുവുകൾ, ഇന്ത്യയുടെ ഭീവത്സമായിട്ടുള്ള ജാതീയമായിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ മുഴുവൻ കെടുതികളും അനുഭവിച്ചു തീർത്തിട്ടുള്ള വ്യക്തിത്വം. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആ സ്കൂളിലെ അറ്റൻഡർ വന്നിട്ടില്ല എങ്കിൽ ആ സ്കൂളിൽ അന്ന് അദ്ദേഹത്തിന് വെള്ളം കിട്ടുമായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് സ്കൂളിലെ പൊതു ടാപ്പിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുവാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. അതാരെടുത്തു കൊടുക്കണമായിരുന്നു? ആ സ്കൂളിലെ അറ്റൻഡർ അദ്ദേഹത്തിന് എടുത്തു കൊടുക്കണമായിരുന്നു. അത്രമേൽ ജാതീയത ഇന്ത്യയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം ആരംഭിക്കുന്നത്. അതിനദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട്, അതിനദ്ദേഹം പഠിച്ചിട്ടുണ്ട്, മനനം ചെയ്തിട്ടുണ്ട്. ആ പാഠങ്ങളിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ രാജ്യത്തിന്റെ ഭരണഘടന ഉയർന്നു വന്നിട്ടുള്ളത്. സ്വാഭാവികമായും ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ മതേതര ഭാവം എന്ന് പറയുന്നത് നീതിയിലധിഷ്ഠിതമാണ്. ഇവിടെ നേരത്തെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, നമ്മുടെ മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി. അങ്ങനെയല്ല ഇന്ത്യയുടെ ഭരണഘടന. മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല, ഈ രാജ്യത്തിന്റെ പ്രകൃതിക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ പ്രകൃതി സമ്പത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ ജന്തുജാലങ്ങൾക്ക്, ജീവജാലങ്ങൾക്ക്, സസ്യലതാദികൾക്ക്, പക്ഷികൾക്ക്, ഇങ്ങനെ എല്ലാറ്റിനും വേണ്ടിയുള്ളതാണ് രാജ്യത്തിന്റെ ഭരണഘടന. അങ്ങനെ വരുമ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. അങ്ങനെയല്ല, ഈ രാജ്യത്തേക്ക് കടന്നു വരുന്ന ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം ഉള്ളതാണ് ഇന്ത്യയുടെ ഭരണഘടന. രാജ്യക്കാരന് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലേക്ക് കടന്നു വരുന്ന വിരുന്നുകാരന് കൂടി ഉള്ളതാണ് രാജ്യത്തിന്റെ ഭരണഘടന. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ സെക്യുലറിസം എന്ന് പറയുന്ന ഒരു പദം തിരഞ്ഞാൽ 86 വരെ കാണുമായിരുന്നില്ല. 1986 വരെ സെക്യുലറിസം എന്ന് പറയുന്ന പദം നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല. ഭരണഘടനാ ശില്പികളോട്, ഭരണഘടനാ പണ്ഡിതന്മാരോട് നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ സെക്യുലറിസം എന്ന് പറയുന്ന ഒരു പദം ഇല്ലാതെ പോയത്? അംബേദ്കർ തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ഭരണഘടന തന്നെ സെക്യുലറിസം എന്ന് പറയുന്ന അതിന്റെ ആത്മാവ് ഉൾക്കൊള്ളുന്നതാണ്. പിന്നെ അതിന് സെക്യുലറിസം എന്ന് പറയുന്ന പദം കൊണ്ട് അതിനെ പൂരിപ്പിക്കേണ്ടതില്ല എന്നാണ് അംബേദ്കർ പറഞ്ഞു വെച്ചത്. പക്ഷേ 86 എത്തിയപ്പോഴേക്കും 76 എത്തിയപ്പോഴേക്കും രാജ്യത്തിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ടുള്ള ദീർഘദൃഷ്ടിയായിട്ടുള്ള രാജ്യത്തിന്റെ ഭരണാധികാരി ഇന്ദിരാഗാന്ധിയാണ് രാജ്യത്തിന്റെ ഭരണഘടനയിൽ സെക്യുലറിസം എന്ന് പറയുന്ന പദം എഴുതി ചേർക്കുന്നത്. 52ാം അമെൻമെന്റിൽ, 52ാം ഭേദഗതിയിൽ ആണ് ആ ഒരു പദം ഇന്ത്യയുടെ ഭരണഘടനയിലേക്ക് വന്നു ചേരുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ആ മതേതരത്വം എന്ന് പറയുന്ന ആശയത്തെ സംവാദാത്മകമായി സമീപിക്കുകയായിരുന്നു രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പികൾ. 2 വിഷയത്തിലാണ് രാജ്യത്തിന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിരന്തരമായിട്ടുള്ള ചർച്ചകൾ, സംവാദങ്ങൾ നടന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ പ്രയാമ്പിൾ എങ്ങനെ ആരംഭിക്കണം എന്നതിനെ കുറിച്ചായിരുന്നു. അതിന് ദിവസങ്ങൾ എടുത്തു ആ ചർച്ചയ്ക്ക്. നീണ്ട 3 ദിവസത്തെ ചർച്ചയാണ് അതിന് വേണ്ടി വന്നത്. പ്രിയപ്പെട്ടവരെ, എങ്ങനെ ആരംഭിക്കണം നമ്മുടെ ഭരണഘടന?
ദൈവത്തിന്റെ നാമത്തിൽ ആരംഭിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഭരണഘടനയിലെ സമിതിയിലെ മെമ്പർമാരുണ്ടായിരുന്നു. ആ ചർച്ച തുടങ്ങി വെക്കുന്നത് HV കമ്മത്ത് എന്ന് പറയുന്ന ഭരണഘടനാ സമിതിയിലെ ഒരു മെമ്പറാണ്. ആ സംവാദത്തിന് തുടക്കമിടുന്നത് HV കമ്മത്ത് പറഞ്ഞു, ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നാമത്തിൽ മുസ്ലിങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കാം. അല്ലെങ്കിൽ മറ്റു മതവിശ്വാസികൾ അവരുടെ ദൈവം ആരാണോ, ഒരു ഇംഗ്ലീഷ് പദം എന്ന രീതിയിൽ ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദൈവനാമത്തിൽ എന്ന് ആരംഭിക്കാം എന്ന് പറഞ്ഞപ്പോ പണ്ഡിറ്റ് കുസു എന്ന് പറയുന്ന ഭരണഘടനാ സമിതിയിലെ ഒരു മെമ്പർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ചരിത്രപരമായിട്ടുള്ള ഒരു അപരാധമാണ്. കാരണം ഈ രാജ്യം ദൈവവിശ്വാസികളുടേത് മാത്രമല്ല, ഈ രാജ്യം ദൈവവിശ്വാസമില്ലാത്തവരുടേതുമാണ്. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് കൂടിയുള്ളതാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് അവരെയും നിങ്ങൾ പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ വാദത്തെ നിരാകരിക്കുകയാണ്. അപ്പോൾ പണ്ഡിറ്റ് മാളവ്യ എന്ന് പറയുന്ന മറ്റൊരു മെമ്പർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നുണ്ട്, എങ്കിൽ നമുക്ക് പ്രപഞ്ചത്തിന്റെ രക്ഷകൻ അങ്ങനെ പറയാം, ദൈവം എന്ന പേര് പറയേണ്ട, പ്രപഞ്ചത്തിന്റെ രക്ഷകൻ എന്ന പേര് പറയാം എന്ന് പറയുമ്പോ അതിനെയും ഗണ്ണിക്കപ്പെടുന്നുണ്ട്. അപ്പൊ രാജേന്ദ്ര പ്രസാദ് എഴുന്നേറ്റ് നിന്നുകൊണ്ട്, നമുക്കറിയാം രാജേന്ദ്ര പ്രസാദ് പിന്നെ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റായി അധികാരത്തിലേക്ക് വന്നിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞത്, അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ രാജ്യത്തിന്റെ ഭരണകേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ നിങ്ങൾ എങ്ങനെയാണ് സത്യം ചെയ്യുക? നിങ്ങൾക്ക് സത്യം ചെയ്യാൻ കഴിയില്ല. കാരണം ഒരാൾക്ക് ദൃഢപ്രതിജ്ഞ ചെയ്യേണ്ടി വരും. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവന് ദൃഢപ്രതിജ്ഞ ചെയ്യാൻ ഇവിടെ അവകാശമുണ്ട്. ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവന് ദൈവത്തിന്റെ നാമത്തിലും സത്യം ചെയ്യേണ്ടി വരും. ഇങ്ങനെ രണ്ടും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇത് എഴുതി ചേർക്കുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന് പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഡോക്ടർ സക്സേന എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നുണ്ട്, എങ്കിൽ നിങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ പ്രയാമ്പിൾ രൂപീകരിക്കുന്നതിന് സഹായകമായിട്ടുള്ളത് അയർലൻഡിന്റെ ഭരണഘടനയാണല്ലോ. ആ അയർലൻഡിന്റെ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തിട്ടുള്ള ദൈവപ്രപ്തമായിട്ടുള്ള വാക്കുകൾ വരാം, ചെയ്തി ചേർക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖത്തിൽ അങ്ങനെ പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം പ്രിയപ്പെട്ടവരെ, 68 വോട്ട് ഒരു പക്ഷത്തിനും 41 വോട്ട് മറുപക്ഷത്തിനും, അഥവാ ദൈവനാമത്തിൽ തുടങ്ങാമെന്ന് പറഞ്ഞവർ 41 പേരും, അത് വേണ്ട വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് 68 ആളുകളും വോട്ട് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഭരണഘടനയുടെ ആമുഖം രൂപീകരിക്കപ്പെടുന്നത്. ഞാൻ ഇവിടെ പറഞ്ഞത്, ഇന്നത്തെ പുതിയ കാലത്ത് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ രാജ്യത്തെ വായിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ വായിക്കേണ്ടത്? യുവസമൂഹം രാജ്യത്തിന്റെ ഭരണഘടനയെ ഏത് നിലപാടിൽ നിന്നുകൊണ്ടാണ്, ഏത് നിലവാരത്തിൽ നിന്നുകൊണ്ടാണ് പരിശോധിക്കേണ്ടത് എന്നതിലേക്കുള്ള ഒരു സൂചനയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, നമുക്ക് എന്തു പറയാം? നമുക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വിമർശിക്കാൻ, രാജ്യത്തെ മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ, മന്ത്രിമാരെ വിമർശിക്കാൻ, കോടതിയെ വിമർശിക്കാൻ, അങ്ങനെ എല്ലാറ്റിനെയും വിമർശനങ്ങൾക്ക് വിധേയമാക്കാം. സ്വാതന്ത്ര്യത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ ലോകം നമുക്ക് ഇവിടെയുണ്ട്. എങ്ങനെയാണ് അത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? അത് ആ സ്വാതന്ത്ര്യത്തിൻ്റെതായിട്ടുള്ള ലോകത്തെ കുറിച്ച് മാത്രമാണോ പുതിയ തലമുറ ചിന്തിക്കേണ്ടുന്നതും പുതിയ തലമുറ ആലോചിക്കേണ്ടുന്നതും? നമുക്ക് ലഭ്യമായിട്ടുള്ള ഈ ഒരു സ്വാതന്ത്ര്യം, ഞാൻ ജീവിക്കുന്നത് മതം ചോദിക്കാത്ത, ജാതി ചോദിക്കാത്ത, ഭാഷ ചോദിക്കാത്ത, വർണ്ണം ചോദിക്കാത്ത, ഭക്ഷണം ചോദിക്കാത്ത, രീതിശാസ്ത്രങ്ങൾ ചോദിക്കാത്ത ഒരു രാജ്യത്താണ്. അതുകൊണ്ട് എനിക്ക് എന്തുമാവാം. അങ്ങനെയല്ല, മറിച്ച് ഇവകളെ എല്ലാറ്റിനെയും ബഹുമാനിക്കുക എന്ന ഉന്നതമായിട്ടുള്ള ഒരു മൂല്യത്തെയാണ് ഈ രാജ്യത്തെ ജനതക്ക് ഉൾക്കൊള്ളേണ്ടത്. എല്ലാറ്റിനെയും എന്തിനേയും എനിക്ക്
സ്വീകരിക്കാം, സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ എല്ലാറ്റിനെയും എനിക്ക് തള്ളിക്കളയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അവയെല്ലാറ്റിനെയും ബഹുമാനിക്കുവാനുള്ള ബാധ്യത എനിക്കുണ്ട്. ഈ രാജ്യത്ത് മതമുള്ളവനെ, ഈ രാജ്യത്ത് മതമില്ലാത്തവനെ, ഈ രാജ്യത്തെ ഏകദൈവ വിശ്വാസം സ്വീകരിക്കുന്നവനെ, ഈ രാജ്യത്തെ ബഹുദൈവ വിശ്വാസം സ്വീകരിക്കുന്നവനെ, വ്യത്യസ്തങ്ങളായ ഭാഷ സ്വീകരിച്ചവനെ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ദേശങ്ങളിൽ വസിക്കുന്ന ആളുകൾ, അവയെല്ലാറ്റിനെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന ഉന്നതമായിട്ടുള്ള ഒരു മൂല്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ചില കാഴ്ചകൾ കൂടി രാജ്യത്തിന്റെ ഭരണഘടനയുടെ രണ്ടാമത്തെ ഒരു വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോ സംഭവിക്കുന്നുണ്ട്. 1949 ആഗസ്റ്റ് മാസം നമ്മളിന്ന് പൗരത്വത്തെ കുറിച്ചുള്ള വലിയ ചർച്ചയാണ്. പൗരത്വത്തെ കുറിച്ചുള്ള വലിയ സംവേദനങ്ങളും വ്യാഖ്യാനങ്ങളുമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനു സമാനമായ ഒരു കാലം കഴിഞ്ഞുപോയി. 1949 ഓഗസ്റ്റ് മാസത്തിലെ 12 ദിവസം നമ്മുടെ ഭരണഘടനയുടെ 12ാം ഖണ്ഡികയുടെ 5 മുതൽ 11 വരെയുള്ള അനുച്ഛേദങ്ങൾ, 2ാം ഖണ്ഡികയുടെ 5 മുതൽ 11 വരെയുള്ള ഖണ്ഡികകൾ, അത് പൗരത്വത്തെ കുറിച്ചുള്ള ചർച്ചയാണ്. പൗരത്വത്തെ കുറിച്ചുള്ള ചർച്ചയാണ് അവിടെ ആ ഒരു 12 ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ച നടക്കുന്നത്. ആ ചർച്ചയിൽ രാജ്യത്തെ ഭരണഘടനാ സമിതിയിൽ അന്നുണ്ടായിരുന്നത് 295 പേരാണ് ഉണ്ടായിരുന്നത്. ആ 295 പേരിൽ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ആദ്യം സംസാരിക്കുന്നത് PC ദേശ്മുഖ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. PC ദേശ്മുഖ്. ആ PC ദേശ്മുഖ് ഇന്ന് ചിലരുടെയൊക്കെ ആവർത്തനങ്ങളാണ്. ആ PC ദേശ്മുഖ് ഇന്നത്തെ പുതിയ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന്റെ ആവർത്തനങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അന്നത് അന്നത് ജനാധിപത്യ മാർഗത്തിൽ തിരഞ്ഞെടുത്തു വന്നിരുന്ന ആളുകളുടെ കരുത്തുകൊണ്ട് ആ PC ദേശ്മുഖിന്റെ ന്യായങ്ങളെ, വാദഗതികളെ തകർത്തിരുന്നുവെങ്കിൽ ഇന്നതേ ജനാധിപത്യത്തിന്റെ പുറംവാതിലുകളിലൂടെ രാജ്യത്തിന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. PC ദേശ്മുഖ് പറഞ്ഞു, ആർക്ക് പൗരത്വം നൽകാം, ആർക്കാണ് ഈ രാജ്യത്തെ പൗരന്മാരാകാനുള്ള അവകാശം? അദ്ദേഹം പറഞ്ഞു, നമ്മുടെ രാജ്യം വിഭജിതമായല്ലോ, മതത്തിന്റെ പേരിൽ ഒരു രാജ്യം, നമ്മളുടെ നാടിന്റെ ഒരു ഭാഗം കൊണ്ടുപോയവർ, ഇനി എന്തുകൊണ്ട് ഹിന്ദുവിന് ഒരു രാഷ്ട്രമായിക്കൂടാ? ഇനി ബാക്കിയുള്ള ഈ ഭാഗം എന്തുകൊണ്ട് ഹിന്ദുവിൻ്റെതായിക്കൂടാ? എന്തുകൊണ്ട് സിഖുകാരന് കുറച്ചു കൊടുത്തുകൂടാ? എന്തുകൊണ്ട് മറ്റേതെങ്കിലും ജനവിഭാഗങ്ങൾക്ക് മാത്രമായി കൊണ്ട് കുറച്ചു ഭാഗങ്ങൾ നൽകിക്കൂടാ എന്ന അഭിശപ്തമായിട്ടുള്ള ഒരു വാദമുതികളുമായി കൊണ്ട് PC ദേശ്മുഖ് മുന്നോട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു, രാജ്യത്ത് നിന്നും പുറത്തേക്ക് പോയിട്ടുള്ള, പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ള ആളുകൾ ഒരു വർഷക്കാലം പാകിസ്ഥാനിൽ താമസിച്ച് ആ രാജ്യം അവർക്ക് ജീവിക്കാൻ കൊള്ളില്ല എന്നവർ മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചു വന്നാൽ അവർക്ക് നിങ്ങൾ പൗരത്വം കൊടുക്കുമോ? അംബേദ്കർ പറഞ്ഞു, കൊടുക്കും അവർക്ക് പൗരത്വം എന്ന് പറഞ്ഞപ്പോൾ PC ദേശ്മുഖ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഈ രാജ്യത്തിന്റെ പൗരത്വം എന്ന് പറയുന്നത് ഒരു വിലയുമില്ലാതെയാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഗണ്ണിക്കാൻ ശ്രമിച്ചു. നിരന്തരമായ സംവാദങ്ങൾ. ഞാൻ സൂചിപ്പിക്കുന്നത്, ആ സംവാദത്തിന്റെ ഏറ്റവും അവസാനത്തിൽ ദേശ്മുഖിനെ അവനെ അനുകൂലിച്ചുകൊണ്ട് ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞത്, പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ള ആളുകൾ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ അവരുടെ സമ്പത്ത് ഇവിടത്തെ മറ്റുള്ള ആളുകൾ, ഹിന്ദു സഹോദരങ്ങളൊക്കെ കൈയടക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ വീണ്ടും അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരില്ലേ എന്ന ആശങ്കകളുമൊക്കെ പ്രകടിപ്പിച്ചിരുന്ന ആ ഒരു സംവാദത്തിന്റെ ഏറ്റവും അവസാനത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞത്, രാജ്യം ഒരു ഇക്കണോമിക് സ്റ്റേറ്റ് അല്ല,
നമ്മുടെ രാജ്യം ഒരു സാമ്പത്തിക രാജ്യമല്ല. ഈ രാജ്യത്തെ നിങ്ങൾ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ അളക്കരുത്. നിങ്ങൾ ഈ രാജ്യം ഒരു വ്യവസായ രാഷ്ട്രമല്ല. ഈ രാജ്യത്തെ നിങ്ങൾ ഒരു വ്യവസായത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അളന്നു തിട്ടപ്പെടുത്തരുത്. ഈ രാജ്യം ചില മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന രാജ്യമാണ്. ഈ നാട് ചില മൂല്യങ്ങളെ അനുവർത്തിക്കുന്ന രാജ്യമാണ്. അദ്ദേഹം സൂചിപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, 3 മതങ്ങൾക്ക് ജന്മം നൽകിയ മണ്ണ്, അതിലേറെ മതങ്ങളെ സ്വീകരിക്കുകയും പാലൂട്ടി വളർത്തുകയും ചെയ്തിട്ടുള്ള മണ്ണ്. അങ്ങനെ ഒരു വലിയ പാരമ്പര്യമുണ്ട് നമ്മുടെ ഈ രാജ്യത്തിന്. ഇസ്ലാം ഇങ്ങോട്ട് കടന്നു വന്നതാണ്, ഇവിടെ ഉണ്ടായതല്ല. ക്രൈസ്തവത ഇങ്ങോട്ട് കടന്നു വന്നതാണ്, ഇവിടെ ഉണ്ടായതല്ല. ഇവിടെ ഉണ്ടാവാത്ത വ്യത്യസ്തങ്ങളായിട്ടുള്ള വേറെയും മതങ്ങൾ, ജൂതമതം ഇവിടെ ഉണ്ടായതല്ല, ഇങ്ങോട്ട് കടന്നു വന്നതാണ്. അങ്ങനെ വന്നിട്ടുള്ള ഈ രാജ്യത്തിന്റെ ഒരു മൂല്യമുണ്ട്, പൈതൃകമുണ്ട്. ആ പൈതൃകത്തെ സംരക്ഷിക്കുന്നതാകും രാജ്യത്തിന്റെ ഭരണഘടന. അങ്ങനെ പറഞ്ഞുകൊണ്ട് PC ദേശ്മുഖിനെ തിരുത്തിയിരുന്ന ഒരു കാലത്തിൽ നിന്നും പിറകോട്ട് പോയി രാജ്യം 75 കൊല്ലക്കാലം കടന്നു വന്നപ്പോ ഇങ്ങോട്ട് കടന്നു വരുന്നവന്റെ ജാതി നോക്കി, ഇങ്ങോട്ട് കടന്നു വന്നവന്റെ മതം നോക്കി, മുണ്ടുപൊക്കി നോക്കി അവന്റെ മതം നിശ്ചയിക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യത്തിന്റെ ഒരു ഗതികേട് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ ദേശ്മുഖ്മാർ ഇപ്പോഴാണ് വിജയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താ പരിഹാരം? ഇവിടെ എന്താണ് പരിഹാരം? ആ പരിഹാരമാണ് ISM ഇന്നത്തെ ദിവസവും നാളെയും ഈ നാടിന്റെ തെരുവിനോട് പറയുന്നത്, യുവത്വത്തോട് പറയുന്നത്. നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട്. നിങ്ങളുടെ ബാധ്യത എന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിനക്ക് വേണ്ടി അധ്വാനിക്കുകയും നിന്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുകയും നിന്റെ സുഖങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുകയും നിന്നിലേക്ക് വന്നു ചേരുന്ന സമ്പത്ത് നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി മാത്രം വിനിയോഗിക്കുകയും ചെയ്യുക എന്നതല്ല. മറിച്ച് ഈ രാജ്യത്തിന് കൂടിയുള്ളതാണ് നിന്റെ ആരോഗ്യം, നിന്റെ യുവത്വം. ഈ രാജ്യം ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ പറഞ്ഞല്ലോ, കഴിഞ്ഞ 10 കൊല്ലക്കാലം ഫാസിസ്റ്റുകളാണ് രാജ്യം ഭരിക്കുന്നത്. നമുക്കെന്തൊരു അസ്വസ്ഥത, നമുക്കെന്തൊരു അസ്വസ്ഥത. എന്തിനാണ് ഭയപ്പെട്ടവരെ ഭയപ്പെടുന്നത്? എന്തിനാണ് ഭയപ്പെടുന്നത്? 10 കൊല്ലമല്ലേ ആയുള്ളൂ. ഒരു ദീർഘമായ കാലം ആണോ ഇത്? ചരിത്രത്തിലേക്ക് വീണ്ടും നമ്മൾ തിരിഞ്ഞു പോവോ? 1842 ബഹദൂർ ഷാ സഫർ എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ മുഗള ചക്രവർത്തി, ആ ചക്രവർത്തിയുടെ കയ്യിൽ നിന്ന് രാജ്യത്തിന്റെ അധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൈയടക്കുന്നു. 1842 ആ ഭരണം നഷ്ടപ്പെട്ട് 15 വർഷങ്ങൾക്ക് ശേഷമാണ് 1857 ഔദ്യോഗികമായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ തുടക്കം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി 15 കൊല്ലം ഭരിച്ചു. അതിനുശേഷമാണ് സമരം തുടങ്ങുന്നത് തന്നെ. എന്നിട്ടോ വിജയിപ്പിച്ചെടുത്തത് പിന്നെയും 90 വർഷങ്ങൾ നിരന്തരമായ യുദ്ധം. 857 യുദ്ധം അല്ലെങ്കിൽ സമരം അവസാനിക്കുന്നത് 947. 1857 ആരംഭിച്ച സമരം ലക്ഷ്യം കാണുന്നത് 1947 എന്ന് പറയുന്ന 90 വർഷം കഴിഞ്ഞതിന് ശേഷം. പുതിയ സമൂഹം, പുതിയ ജനാധിപത്യ സമൂഹം എവിടെയാണ് നിൽക്കുന്നത്? എവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്? നമ്മൾ ചിന്തിക്കണം. 10-12 കൊല്ലം കഴിയുമ്പോഴേക്കത് ഇവിടുത്തെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ മുഴുവൻ നമുക്ക് വിശ്വാസമില്ല. കോൺഗ്രസിനെ പറ്റില്ല, മറ്റ് ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ പറ്റില്ല. അവരൊന്നും കൊള്ളരുതാത്തവരാണ്, അവർക്കൊന്നും ഒന്നിനും സാധ്യമാവുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ വ്യാഖ്യാനത്തിലേക്ക് കടന്നു പോകുന്നുവെങ്കിൽ നമ്മുടെ മനോഗതിയെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വിലയിരുത്തേണ്ടത്. 90 കൊല്ലക്കാലം അന്നത്തെ ഒരു നേതൃത്വമുണ്ടല്ലോ, അന്നത്തെ ഏറ്റവും വലിയ നേതൃത്വം. ആ നേതൃത്വം എല്ലാ സന്നാഹങ്ങളോടും കൂടി ഇന്ത്യൻ ജനതയെ ഒരു ചരടിൽ കോർത്തു വെച്ചുകൊണ്ട് നിരന്തരമായ സമരം ചെയ്തിട്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യം. ഈ ഭരണഘടന ഇന്ന് അപകടത്തിൽ തന്നെയാണ്, ഒരു സംശയം ഉണ്ടായിരിക്കും. ഭരണഘടന അപകടത്തിലാണ്. പക്ഷേ മറുമരുന്നില്ല എന്നതാണോ വിശ്വാസം? പരിഹാരമില്ല എന്നതാണോ വിശ്വാസം? ജനാധിപത്യപരമായിട്ടുള്ള പോരാട്ടത്തിന്
ഇന്ത്യൻ തെരുവുകൾ തയ്യാറാവുക എന്ന വലിയ ഒരു പ്രഖ്യാപനമാണ് ISM ഈ ഒരു യുവജാഗ്രതയിലൂടെ ഈ രാജ്യത്തെ യുവാക്കളോട് പറയുന്നത്. ഉറക്കം വെടിയണം നമ്മൾ. പാരമ്പര്യമായി വേദനം ചെയ്തിട്ടുള്ള സമര രീതികൾ മതിയാകാതെ വരും. പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ ഏറ്റെടുക്കുവാൻ, പുതിയ കാലത്തിനനുസൃതമായിട്ടുള്ള ഇച്ഛാശക്തി കാണിക്കുവാൻ രാജ്യത്തെ യുവാക്കൾ തയ്യാറുണ്ടോ എന്ന ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ISM യുവജാഗ്രതയിലൂടെ ഉണർത്താൻ ശ്രമിക്കുന്നത്. ദീർഘമായ ഒരു സംസാരത്തിന് ഈ സന്ദർഭത്തിൽ മുതിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ISMനെ കേൾക്കുന്നവരിൽ ഭൂരിപക്ഷവും മുസ്ലിം ഉമ്മത്താണ് എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യവും കൂടി സൂചിപ്പിക്കട്ടെ. മുസ്ലിം ജനസാമാന്യം ഈ രാജ്യത്തിന് ജീവൻ നൽകിയവരാണ്, ഈ രാജ്യത്തിന് രക്തം നൽകിയവരാണ്, ഈ രാജ്യത്തിന് എല്ലാം സമർപ്പിച്ചവരാണ്. ഈ രാജ്യത്തേക്ക് വൈദേശിക ആധിപത്യം കടന്നു വരുമ്പോൾ എല്ലാം ഉള്ളവരായിരുന്നു. ഈ രാജ്യത്തെ മുസ്ലിം സമൂഹം എല്ലാം ഉള്ളവരായിരുന്നു. വൈദേശിക ആധിപത്യം കടന്നു വരുമ്പോൾ ഇവിടുത്തെ മുസ്ലിം ഉമ്മത്ത് സമ്പന്നമായിരുന്നു. അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് കച്ചവടമുണ്ട്, അവർക്ക് അന്തസ്സുണ്ട്, ആഭിജാത്യമുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോയി. അവർ സമരരംഗത്തേക്ക് കടന്നു വന്നു. പുതിയ കാലത്ത് ഈ നാട്ടിലെ മുസ്ലിം ജനസാമാന്യത്തിന്റെ ഉത്തരവാദിത്വം എന്താണ്? ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പ്രഥമമായ ഉത്തരവാദിത്വം. ISM പറയട്ടെ, ഏറ്റവും പ്രധാനമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനാധിപത്യ സമൂഹത്തിന്റെ കൂടെ നിന്നുകൊണ്ട് ഏറ്റവും പ്രഥമമായി ഓരോ മുസ്ലിം ഉമ്മത്തും ചെയ്തു തീർക്കേണ്ടുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ബാധ്യത എന്ന് പറയുന്നത് യാ അയ്യുഹന്നാസ് അഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച നിങ്ങളുടെ ഏകനായ രക്ഷിതാവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന മൗലികമായ സത്യത്തെ തിരിച്ചറിയുകയും അതിന്റെ കൂടെ നിൽക്കുകയും ചെയ്യുക എന്നതാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ദൗത്യം. മറ്റൊന്നുമല്ല. എന്തൊക്കെ പരിഹാരങ്ങളിലേക്ക് പോവുകയാണെങ്കിലും ആ പരിഹാരങ്ങളൊക്കെ അടിസ്ഥാനപരമായി വിജയിക്കണമെങ്കിൽ ഏകനായ പടച്ച തമ്പുരാനിലേക്ക് മാത്രമേ ഞാൻ എന്റെ ശിരസ് നമിക്കുകയുള്ളൂ, താഴ്ത്തുകയുള്ളൂ എന്ന ഉജ്ജ്വലമായിട്ടുള്ള ആത്മാഭിമാനത്തിന്റെ പ്രഖ്യാപനമുണ്ടല്ലോ. ആ ആത്മാഭിമാനത്തിന്റെ പ്രഖ്യാപനത്തെ ഈ രാജ്യത്തെ മുസ്ലിം ഉമ്മത്ത് ആദ്യവും അവസാനവുമായി കയ്യിലെത്തേണ്ടതുണ്ട്. അതോടൊപ്പം അത് സ്വീകരിക്കുന്നതിനോടൊപ്പം ഈ നാട്ടിലെ നാനാജാതി മനുഷ്യർ, ആ മനുഷ്യരെ മുഴുവൻ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെല്ലാം എന്റെ സഹോദരങ്ങളാണ്, അവരെല്ലാം ഞാൻ ആദരിക്കപ്പെടേണ്ടവനാണ്. കാരണം മനുഷ്യനെ മുഴുവൻ ദൈവം തമ്പുരാൻ ആദരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എങ്കിൽ ആ മനുഷ്യരെ മുഴുവൻ ഞാനും ആദരിക്കേണ്ടവനാണ് എന്ന മുഴുവൻ ആദരവും നൽകിക്കൊണ്ട് എന്റെ ഉത്തരവാദിത്വമായിട്ടുള്ള ഏകനായ പടച്ച തമ്പുരാനിലേക്ക് എന്റെ മുഴുവൻ പ്രാർത്ഥനകളും യാചനകളും മുഴുവൻ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തെ സാധ്യമാക്കിയെടുത്താൽ വരാനിരിക്കുന്ന വെല്ലുവിളികൾ അതൊരു ഒരു വെല്ലുവിളിയായി ഇവിടെ അവശേഷിക്കുകയില്ല എന്ന സത്യവും കൂടി ഈ ഒരു സന്ദർഭത്തിൽ മുസ്ലിം ഉമ്മത്തിനോട് മാത്രമായി കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു യുവജാഗ്രത സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ള ISMനെ പ്രശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.